ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ വീഡിയോയുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം. വീഡിയോയിലേക്ക് പോയാലോ? ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരു ദിവസം ലേറ്റായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിനിടയ്ക്ക് നമ്മൾ വീടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ മാസ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ വേവിച്ച ചോറ്, അതുപോലെ കറ്റാർവാഴ, ഒലീവ് ഓയിൽ, ഇത് 3ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കറ്റാർവാഴ ചെറുതായിരുന്നു കേട്ടോ, അത് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ കുക്ക്ഡ് റൈസും 2 സ്പൂൺ ഒലീവ് ഓയിൽ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അതും കറ്റാർവാഴയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല കുറച്ചുകൂടെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്. ഒത്തിരി തിക്കായിട്ടല്ല അരച്ചിട്ടുള്ളത്, കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതിനുശേഷം മുടിയൊക്കെ ചീകി വൃത്തിയാക്കി ജടയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെങ്തിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറ്റാർവാഴ എടുക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ജെല്ല് മാത്രം എടുത്താൽ മതി. അതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലത്. ഹെയറിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ഷൈനിങ് എഫക്റ്റ് തരാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ കണ്ടീഷണറും കൂടിയാണിത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളയും. ഒരുപാട് ഡ്രൈ ആവുന്നവരെ വയ്ക്കാറില്ല. ഒരു 75% ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും വാഷ് ചെയ്ത് കളയാറാണ് പതിവ്. മുടി കഴുകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസ്ക് നമ്മുടെ മുടിയിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. ആദ്യമേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ ഉരച്ചൊരച്ച് കളയാൻ പാടില്ല. അത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഊരിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് 3-4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തലമുടി ഫുള്ളായിട്ട് നനയ്ക്കുക. നന്നായിട്ട് നനഞ്ഞ് ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന മാസ്ക് ഒന്ന് നന്നായിട്ട് നനഞ്ഞതിന് ശേഷം മാത്രം പതിയെ സമയമെടുത്ത് മാത്രമേ ഇത് കഴുകി കളയാവുള്ളൂ. അല്ലാതെ ആദ്യമേ തന്നെ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന മാസ്ക് ഭയങ്കരമായിട്ട് ഉരച്ചൊരച്ച് കഴുകരുത്. അത് നമ്മുടെ മുടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. പിന്നെ നമ്മളിതുപോലുള്ള ഹെയർ മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ നമ്മൾ ഒരുപാട് ഓയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാസ്ക് ഇതിന് നമ്മൾ ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു നറിഷ്മെൻറ്റ് നമുക്ക് തരും നമ്മുടെ മുടിക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയല്ല സ്കാൽപ്പ് നല്ല ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പാക്കുക. എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഒക്കെയുള്ള സമയത്ത് നമ്മളിങ്ങനത്തെ മാസ്കുകളൊന്നും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടും പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റൊന്നും കിട്ടാനില്ല. മുടി അത് കൂടുതൽ ഡാമേജ് ആക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ്, നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പ്, ടവൽ, പില്ലോ കവർ, ഇതൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കുക. എപ്പോഴും പറയുന്ന പോലെ നമുക്ക് പുറമേ ചെയ്യുന്നത് ഒരു 30% മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരമാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. അങ്ങനെ നമ്മൾ ഹെയർ മാസ്ക് എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പിലും ലെങ്തിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം. 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് മാക്സിമം, അതിൽ കൂടുതൽ നമ്മൾ വയ്ക്കാൻ പാടില്ല. ഭയങ്കരമായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കത് ഡാമേജാണ്. അതുകൊണ്ട് മാക്സിമം 30 മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മൾ കഴുകി കളയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ടിപ്സ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.